ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ധാരാളം മലയാളികളാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് UK എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വന്ന് മിക്കവാറുള്ള ആൾക്കാരൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട് വാങ്ങാൻ പോകുന്ന ആ ഒരു സമയം വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ വീട് വാങ്ങാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വരുമ്പോഴാണ് ഈ വീട് വാങ്ങാൻ എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്രീ പ്ലാൻ ചെയ്യേണ്ടതിനെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു വീട് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മോർട്ട്ഗേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോർട്ട്ഗേജ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വരുന്നത്? നമുക്ക് കുറേ സംശയങ്ങൾ അന്നേരം ഉണ്ടാവും. എങ്ങനെ നമുക്ക് ബാങ്ക് ലോൺ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പൈസ ആരുടെയെങ്കിലും നമുക്കൊന്ന് കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് പണം കൊണ്ടുവന്നിട്ട് നമുക്ക് മോർട്ട്ഗേജ് വാങ്ങാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടാണ് നമുക്ക് അന്നേരം. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്ര ഡെപ്പോസിറ്റ് കിട്ടണം, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മോർട്ട്ഗേജ് എടുക്കാനായിട്ട് സാധിക്കുന്നത്, അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ മോർട്ട്ഗേജ് അഡ്വൈസേഴ്സ് ആയിട്ടുള്ള അനീഷും ആനന്ദും ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അവർ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സാധാരണ നമ്മളിപ്പോൾ ഒരു മോർട്ട്ഗേജ് എടുക്കാനായിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും കുറച്ച് സംശയങ്ങൾ അവർക്കുണ്ടല്ലോ. നമ്മൾ എന്താണ് പ്രീ പ്ലാൻ ചെയ്യേണ്ടത്? നമ്മളൊരു മോർട്ട്ഗേജ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അവരെന്താണ് ഒരു പ്രീ പ്ലാനിങ്ങിന്റെ ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമ്മളൊരു വീട് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഏറ്റവും ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് അഫോർഡബിലിറ്റി, അതായത് അവർക്ക് എത്ര ലോൺ കിട്ടും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഇപ്പം ഞാനൊരു വീട് വാങ്ങാൻ പോവുകയാണ്, അപ്പോൾ എനിക്ക് എത്ര ലോൺ കിട്ടും, എത്ര മോർട്ട്ഗേജ് കിട്ടും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. 2, എനിക്ക് എത്ര ഡെപ്പോസിറ്റ് എനിക്ക് റേസ് ചെയ്യാൻ പറ്റും. അത് ഒരുപക്ഷെ എൻ്റെ ഓൺ സേവിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസ് ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ, ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം. 3-മത്തെ കാര്യം, നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വളരെ മോശമാണ്, ബാക്കി 2 കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ കിട്ടത്തില്ല. സോ എനിക്ക് തോന്നുന്നു ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെക്കാനുള്ളത്. നമ്മൾ പൊതുവെ ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരു വർഷം ഒക്കെ കഴിയുമ്പോഴാണ് ഒരു വീട് വാങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം വല്ലതും ഉണ്ടോ? നമുക്ക് എത്ര നാൾ കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങാൻ പറ്റുമോ? നമുക്ക് കുറച്ച് 6 മന്തോ അല്ലെങ്കിൽ 1 ഇയറോ അല്ലെങ്കിൽ PR കിട്ടി കഴിഞ്ഞാൽ പറ്റും, അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഉണ്ടോ? അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഫിക്സഡ് ടൈം ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട് വാങ്ങാം. പക്ഷേ ബാങ്കുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് PR ഇല്ലാത്ത ഒരാളാണ്, ഒരു 10% ഡെപ്പോസിറ്റ് റേസ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ നമുക്ക് ഒറ്റൊരു ബാങ്ക് മാത്രമേ ലോൺ തരാനുള്ളൂ. ബിൽഡിംഗ് സൊസൈറ്റീസ് വേറെ ഉണ്ട്, പക്ഷേ ബാങ്കുകളുടെ ഇത് നോക്കുമ്പോൾ ഒരൊറ്റ ബാങ്ക് മാത്രമാണ് 10% ഡെപ്പോസിറ്റ് നമുക്ക് മോർട്ട്ഗേജ് തരാനുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് വീട് വാങ്ങണം, ബാങ്കുകൾ തരും, പക്ഷെ നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ആ സമയത്ത് റേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു മിനിമം എനിക്ക് ഒരു 10% എങ്കിലും നമുക്ക് ഡൗൺ പേയ്മെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം, ഇല്ല ഡെപ്പോസിറ്റ് ചെയ്യണം, ഇല്ല വേണം. അത്യാവശ്യം നല്ലൊരു റേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ 10% എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ 10% ഡെപ്പോസിറ്റിലാണ് നമ്മൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 ഇയർ ആവണം. പക്ഷേ ഒരു 25% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. അങ്ങനെ ഒരു മിനിമം കാലാവധി ഇല്ല. അപ്പൊ ഈ 5% അല്ലെങ്കിൽ 1% എന്നൊക്കെ പറഞ്ഞ കുറെ മോർട്ട്ഗേജ് അതൊക്കെ ഉണ്ടോ? നിലവിലുള്ളതാണോ? അത് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? അതിൽ എടുത്തിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. 5% ഓഫ് കോഴ്സ് നിങ്ങളിവിടെ വന്നിട്ട് ഒരു 2 ഇയേഴ്സ് ആയി അല്ലെങ്കിൽ 1 ഇയർ ആയെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ ബിൽഡിംഗ് സൊസൈറ്റീസ് ആണുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒത്തിരി കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ 10% ഡെപ്പോസിറ്റിൽ നമുക്കൊരു 4.85 കിട്ടുമ്പോൾ ഇത് മേ ബി ഒരു 6.3, 6.5 റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റേറ്റ് ഏകദേശം ഒരു 1.5% വ്യത്യാസമുണ്ട്. 1% ഡെപ്പോസിറ്റിൽ PR ഇല്ലാത്ത ആർക്കും ഇപ്പോൾ ലോൺ കൊടുക്കാൻ ഒരു ബാങ്കും നിലവിലില്ല. അപ്പോൾ 5% നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബിൽഡർ, ഇപ്പോൾ പുതിയൊരു വീടാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്, ബിൽഡർ ഒരു 5% ഡെപ്പോസിറ്റ് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിമൈനിങ് ഒരു 5% ഇട്ടാൽ ടോട്ടൽ കേസ് നമുക്ക് 5% നമ്മൾ കൊടുത്താൽ മതി. നമ്മളിപ്പോഴ് വീട് വാങ്ങാനായിട്ട് പോകുന്ന ഒരാള് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും നാട്ടിൽ നിന്ന് പൈസ ഇവിടെ കൊണ്ടുവരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരുടെ നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ടൊക്കെയാണ് മോർട്ട്ഗേജിന്റെ ആദ്യത്തെ ആ ഒരു ഡിപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈയിടയ്ക്ക് നമ്മൾ കേട്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ ടാക്സ് കൊടുക്കണം. എന്താണ് അതിന്റെ കേസ്? കാരണം എല്ലാവരും ഇപ്പൊ അങ്ങനെയാണല്ലോ വാങ്ങുന്നത്. നമ്മുടെ ആരുടെയിൽ ഇത്രയും പൈസയൊന്നും എന്തായാലും ഇല്ല. എല്ലാവരും കുറഞ്ഞത് ഇപ്പോൾ ഒരു 2.5-3 ലക്ഷം പൗണ്ടിന്റെ
വീടാണ് വാങ്ങുന്നത്. അപ്പൊ എന്തായാലും ഒരു മിനിമം ഒരു 30,000 കൊണ്ടെങ്കിലും വേണം. വേണ്ടി വരും. അപ്പൊ അതിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നമ്മൾ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നാട്ടിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഓൺ ഫണ്ട്, ചില ആൾക്കാർക്ക് അവർ വിദേശത്തൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും, അവർക്ക് നാട്ടിൽ NRI അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യാതൊരു ലിമിറ്റും ഇല്ല, അവർക്ക് ആ ഫണ്ട് കൊണ്ടുവരാം. ചില ആൾക്കാർക്ക് NROയിലുണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിന് NRO ആണെങ്കിൽ ലിമിറ്റ് 7 lakhs ആണ്. നോർമൽ ഒരു റെസിഡന്റ് 7 lakhs വരെ വിത്തൗട്ട് ടാക്സ്. ഇപ്പൊ പേരൻസിനൊക്കെ അയക്കണമെങ്കിൽ 7 lakhs വരെ അവർക്ക് അയക്കാം. അതിനും വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടു, ആ ഫണ്ട് ഓൾറെഡി ടാക്സ്ഡ് ആണെങ്കിൽ അത് അല്ലാതെ അയക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാങ്കോ അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസറോ അല്ലെങ്കിൽ സോളിസിറ്ററോ ഇവരൊക്കെ അത് എവിടുന്നാണ് ആ ഫണ്ട് ഈ പേരൻസിന് കിട്ടിയത് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കിട്ടിയത്, നമുക്ക് ഗിഫ്റ്റ് തരുന്ന ആൾക്ക് എവിടുന്നാണ് ഈ ഫണ്ട് കിട്ടിയെന്നുള്ളൊരു ചോദ്യം വരും. അതിൻ്റെ എല്ലാം ഡോക്യുമെന്ററി പ്രൂഫ് നമുക്ക് വേണ്ടി വരും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ അവർ ഗിഫ്റ്റായിട്ട് തരുന്നു എന്നുള്ള ഡിക്ലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ലോൺ എടുത്തോ അല്ലെങ്കിൽ അവർക്ക് KSFE ചിട്ടി വിളിച്ചിട്ടോ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറ്റും. അത് അവർക്ക് ഒരാൾക്ക് 7 lakhs വരെ വിത്തൗട്ട് ടാക്സ് ഇങ്ങോട്ട് അയക്കാം. ഇപ്പം ഫാദറിന് 7 lakhs അയക്കാം, മദറിന് 7 lakhs അയക്കാം. അങ്ങനെ ഫണ്ട് സോഴ്സ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇപ്പോഴും ഇവിടെ ഇപ്പം ഈ വീട് വാങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വീട് പോയി കണ്ടു, ആ ഒരു വീട് നമ്മൾ മോർഗേജ് ഒരു അഡ്വൈസറെ നമ്മൾ സെലക്ട് ചെയ്ത് അവരും കൊണ്ട് നമുക്ക് മോർഗേജ് കിട്ടി. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ എല്ലാവരും നമ്മുടെ എല്ലാം ശരിയായി, മോർഗേജ് ശരിയായി, ബാങ്കിൻ്റെ എല്ലാം സാങ്ഷനായി കഴിഞ്ഞു, ഇപ്പം എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടായിരുന്നു വീട് പഠിച്ചപ്പോൾ. അതിനോട് ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാരണം പലരും പറയുന്നുണ്ട് മോർഗേജിന്റെ അവസാന സമയപ്പോഴാണ് വിത്ഡ്രോവൽ ആയി പോയത് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറുണ്ടോ? നോർമലി അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പം റേറ്റ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു മോർഗേജ് അപ്രൂവൽ കിട്ടി, നമുക്ക് ആ വീടിന്റെ കീ കിട്ടാനുള്ള ഒരു മേ ബി ഒരു 2 മാസമൊക്കെ സമയമുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബാങ്കിനോട് ആ കുറഞ്ഞ റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ക്രെഡിറ്റ് ചെക്ക് നടത്തും. അപ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വീട് കണ്ടുപിടിച്ചു, നമുക്ക് അതിൻ്റെ ലോൺ അപ്രൂവലായി, പിന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്, നമുക്ക് ഫർണിച്ചർ വാങ്ങാം, നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നു, പേഴ്സണൽ ലോൺ എടുത്ത് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സ്കോർ താഴോട്ട് പോകും. ഓൾറെഡി നമുക്ക് മോർഗേജ് അപ്രൂവ് ആയി, അവരുടെ ഒരു ഹാർഡ് ചെക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങാനും ബാങ്കിൽ വീണ്ടും ഒരു റേറ്റ് ചേഞ്ചിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അത് ഡിക്ലൈൻ ആവും. പിന്നെ നമുക്ക് പഴയ ഓഫറിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആയി പോകും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ഇപ്പോൾ സോളിസിറ്റേഷന് കൊടുത്ത ഫീ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അതായത് ഇതിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ബേസിക്കലി ബെറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ലോൺ എടുത്തതിന് ശേഷമാണെങ്കിലും നമുക്ക് ഓഫർ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ വീട് കിട്ടിക്കഴിഞ്ഞ് ഒരു 2 years കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ റീമോർഗേജ് പർപ്പസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വീണ്ടും മോശമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വീണ്ടും പ്രശ്നമാവും, റീമോർഗേജ് കിട്ടില്ല. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ക്രെഡിറ്റ് സ്കോർ എന്താണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താണ് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ചെക്സും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഈ പറയുന്ന പോലെ ഫിനാൻസ് സോഴ്സ് ചെയ്യാനായിട്ട് ചെയ്യുന്ന എല്ലാ ഡേറ്റയും ഈ പറയുന്ന പോലെ നമ്മുടെ ക്രെഡിറ്റ് റെഫറൻസ് ഏജൻസീസിന് ഈ പറയുന്ന പോലെ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ബാങ്ക്സും ഏതൊക്കെ പ്രൊവൈഡേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഈ പറയുന്ന ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഈ പറയുന്ന പോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഹെൽത്തി ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്തു പോവുക, പിന്നെ അനാവശ്യമായിട്ടുള്ള ഈ പേഴ്സണൽ ലോൺസ് എൻക്വയറീസ് ചെയ്യാണ്ടിരിക്കുക, പിന്നെ അനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് എൻക്വയറീസ് ചെയ്യാണ്ടിരിക്കുക. അപ്പം ക്രെഡിറ്റ് സ്കോർ നോക്കരുത്, അങ്ങനെയുണ്ടല്ലേ? അതായത് ഇതിൻ്റെ അകത്ത് 2 രീതിയിലുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ജനറലായിട്ട് ബേസിക്കലി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് ഡേറ്റ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓരോ പ്രാവശ്യവും ടാഗ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ പ്രാവശ്യവും അത് ഈ പറയുന്ന റെക്കോർഡിക്കലാവുകയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം അപ്പാരന്റ്ലി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സ്കോർ പെട്ടെന്ന് തന്നെ കുറയണമെന്നില്ല. പക്ഷെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ഇത് ഓരോ പ്രാവശ്യം ലോഗ് ചെയ്ത് പോകും. അപ്പം നമ്മളൊരു ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 4, 5, 8, 10 പേജുകളുള്ള ക്രെഡിറ്റ് ഹിസ്റ്ററി ആയിരിക്കും ശരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ല നമ്മളെ സംബന്ധിച്ച്. അപ്പം മാക്സിമം ഈ പറയുന്ന പോലെ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പറയുന്ന പോലെ കറക്റ്റായിട്ട് മന്ത്ലി പേയ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം
പറയുന്ന പോലെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ബേസിക്കലി നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ഒരു മിസ് പേയ്മെന്റ് ഉണ്ടായാൽ മതി, പിന്നെ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്കിൽ നമുക്ക് ഈ സ്കോർ ഈ പറയുന്ന പോലെ ഒരു ലോൺസും കിട്ടില്ല, എസ്പെഷ്യലി മോർഗേജ് കിട്ടില്ല. പിന്നെ ഇത്രയും സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ മാക്സിമം ഈ പറയുന്ന പോലെ എൻക്വയറീസ് ഒന്നും ഇടാണ്ട് വളരെ സേഫ് ആയിട്ട് പോവാന്നുള്ളത്. ഇപ്പൊ നമ്മള് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഇപ്പം 5% ആയി. എന്നാലും നമ്മള് ഒരു മോർഗേജ് എടുക്കാൻ പോകുമ്പോഴും നമുക്ക് ആ ഒരു 5% അല്ലല്ലോ വരുന്നത്, അല്ലെ? നമുക്കിപ്പം പല ബാങ്കുകളും പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണാറുണ്ട്, ഇവർ ബാർക്ലേസ് ബാങ്ക് ഇത്ര % കൊടുക്കുന്നു, അല്ലെങ്കിൽ നാറ്റ്വെസ്റ്റ് ഇത്ര % കൊടുക്കുന്നു. അപ്പൊ അത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ആരാണ് ഏറ്റവും കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് എന്ന്? ആദ്യത്തെ ചോദ്യം, അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 5% തന്നെയാണോ ബാക്കിയുള്ള ബാങ്കുകൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് അല്ല. കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ റേറ്റ് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, അത് ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. ഇപ്പൊ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 5% ആക്കിയതുകൊണ്ട് ഫിക്സഡ് റേറ്റുകൾ കുറയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് ബാങ്കുകളുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ബാങ്കുകൾക്ക് ഈ ഫണ്ട് കിട്ടുന്നത് മണി മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് എത്ര കോസ്റ്റ് അതിനകത്തുണ്ട്, അതിനോടുകൂടി അവരുടെ ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പോലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റേറ്റ് കുറയ്ക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റേറ്റ് കുറച്ചത് കൊണ്ട് ബാക്കിയുള്ള ബാങ്കുകൾ സ്വാഭാവികമായിട്ട് റേറ്റ് കുറയ്ക്കും, വളരെ ചെറിയ രീതിയിലൊക്കെ. നമ്മൾ അന്ന് ആ ഒരു സമയത്തുണ്ടല്ലോ, ഇപ്പൊ കുറയ്ക്കുമ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് അപ്പൊ തന്നെ ചില ബാങ്കുകളൊക്കെ ഓൾറെഡി കുറച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റേറ്റ് കുറച്ചപ്പോൾ അവരൊന്നും മിക്ക ബാങ്കുകളുടെ റേറ്റ് കുറച്ചിട്ടില്ല. കാരണം ഓൾറെഡി അവരത് മുൻകൂട്ടി കണ്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു മേ ബി നമ്മൾ ഈ പറയുന്ന ഇത് PR ഇല്ലാത്ത ക്ലയൻസ് ആണ്. ഞാൻ പറഞ്ഞു 10% ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു 4.85 ഒക്കെയാണ് ഇപ്പോൾ കറന്റ്ലി ഉള്ള ഒരു റേറ്റ്, ഒരു 5 ഇയർ ഫിക്സഡ് എടുക്കുകയാണെങ്കിൽ. അതേസമയത്ത് ഞാൻ പറഞ്ഞു 5 ഇയർ ഫിക്സഡ് നമ്മൾ പോകുമ്പോൾ 6.3, 6.5 റേറ്റ് പോകുന്നത്. അപ്പോ ഈ പറഞ്ഞ എപ്പോഴും ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പൊ 25% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4%, 4.1 നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കിട്ടും. ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് 25% ഒക്കെ പലർക്കും അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം 25% നമ്മളൊരു 75 എങ്കിലും വേണം, ഒരു 3 lakhs നമ്മൾ മേടിക്കും. പിന്നെ പ്ലസ് സോളിസിറ്റർ, അത് അവർക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പൊ നമ്മള് ഒരു 10% ഇടുമ്പോഴ് നിങ്ങളെ ഇപ്പൊ സമീപിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പല ബാങ്കുകളും നോക്കിയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള ആ ഒരു മോർഗേജ് അല്ലേ എടുത്ത് കൊടുക്കുന്നത്, അതല്ലേ അവർക്ക് ലാഭം. അതിനകത്ത് നമുക്ക് ഇപ്പൊ PR ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അവിടെ തന്നെ ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ 5 ഇയർ ഫിക്സഡ്, 2 ഇയർ ഫിക്സഡ്, പിന്നെ ഒരു ട്രാക്കർ റേറ്റ് ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ PR ഇല്ലാത്ത ആളുകൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഉള്ള ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബാങ്കിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും. കൂടുതലാണ്. കാരണം എനിക്കൊന്നും ഈ കൂടുതൽ ഈ മോർഗേജ് അഡ്വൈസേഴ്സിനെ നമ്മൾ സമീപിക്കുമ്പോൾ അവരെനിക്ക് ഈ ബിൽഡിംഗ് സൊസൈറ്റികളാണെന്ന് തോന്നുന്നു കൂടുതൽ റെഫർ ചെയ്തത്, അല്ലേ? അത് കൂടുതൽ ഇപ്പൊ ഈ 5% ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ബിൽഡിംഗ് സൊസൈറ്റി. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, പക്ഷെങ്കിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് മോർഗേജ് കൊടുക്കാൻ അല്ലേ? അങ്ങനെ ഒരു കാര്യമാണ് ഉള്ളത്. പക്ഷെ നമ്മൾ കൂടുതലും ഈ 5% സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരമാണ്. ബാങ്കിൽ നിന്ന് എപ്പോഴും മോർഗേജ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി റേറ്റ് വൈസ് നമ്മൾ കംഫർട്ടബിൾ. പിന്നെ 95% ആണ് നമ്മൾ ലോൺ എടുക്കുന്നത്. നമ്മൾ 2 ഇയർ ഫിക്സഡ് എടുത്തു, 2 ഇയർ ഫിക്സഡ് 95% എടുത്തു കഴിഞ്ഞാൽ 2 ഇയർ കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് 90% താഴെ മോർഗേജ് വരത്തില്ല. ആദ്യമൊക്കെ നമ്മൾ അടയ്ക്കുന്ന കൂടുതൽ ഇൻട്രസ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പോൾ റീമോർഗേജ് ചെയ്യുമ്പോഴും ഈ 2 വർഷം കഴിയുമ്പോഴും നമ്മൾ കൂടിയ റേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴും നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, ഈ സെയിം ബിൽഡിംഗ് സൊസൈറ്റി തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം മിക്കപ്പോഴും റീമോർഗേജ് ഒരു 85%, 90% വരെയൊക്കെയാണ് ബാങ്കുകൾ കൊടുക്കുള്ളൂ. 90ക്ക് മുകളിലേക്ക് കൊടുക്കില്ല. പക്ഷെ നമ്മുടെ ലോൺ 90ക്ക് മുകളിലാണ്, അതുകൊണ്ട് നമുക്ക് ബാങ്കിലേക്ക് മാറാനും പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു മോർഗേജ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു മോർഗേജ് അഡ്വൈസറിനെ സമീപിക്കുന്നതാണോ അതോ ഡയറക്റ്റ് ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നമ്മൾ മോർഗേജ് എടുക്കുന്നതാണോ ബെറ്റർ? നമ്മൾ ബാങ്കിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മോർഗേജ് എടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു മോർഗേജ് അഡ്വൈസറെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേറെ കുറേ ബാങ്കുകൾ മോർഗേജ് തരാൻ തയ്യാറുണ്ടെങ്കിൽ ആ ബാങ്കുകളിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് തരുന്ന ബാങ്ക് ഏതാണ് അത് ചൂസ് ചെയ്ത് തരാൻ മോർഗേജ് അഡ്വൈസർക്ക് പറ്റും. പിന്നെ ഇപ്പം ഞാനൊരു മലയാളിയായിട്ടുള്ള ഒരു മോർഗേജ് അഡ്വൈസറാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം, ആ കംഫർട്ട് ലെവലുണ്ട്. ചില ആളുകളൊക്കെ ഓൺലൈനായിട്ട് പല ബാങ്കുകളിലും മോർഗേജിന് ശ്രമിക്കാറുണ്ട്. അവർ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ ഒക്കെ ട്രൈ ചെയ്തു, ചിലതൊക്കെ സക്സസ് ആകുകയും ചെയ്യും. കാരണം അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇവർക്ക് PR ഉണ്ടോ, ഒരു സിറ്റിസൺ ആണോ, ആ കാര്യങ്ങളൊന്നും അറിയാതെ കിട്ടുന്നവരുണ്ട്. അപ്പൊ അത് വെച്ച് പ്രൊസീഡ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് അവർക്ക് മോർഗേജ് കിട്ടാതെ വരുന്ന കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളിപ്പോഴും ഇതുപോലെയുള്ള ഒരു മലയാളി ഇതുപോലെയുള്ള ഒരു അഡ്വൈസറിനെ കണ്ട് അവരുടെ ത്രൂവിൽ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മളുടെ സംശയങ്ങളെല്ലാം അവർ ദൂരീകരിച്ച് തരും. അതുപോലെ തന്നെ
ഈ ഒരു ആ ഒരു സമയത്തുള്ള ഏറ്റവും ലോവസ്റ്റ് റേറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ അതെ അതെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മോർഗേജ് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും എല്ലാവരും ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മോർഗേജ് അഡ്വൈസേഴ്സിനെ സമീപിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങൾ വീടൊക്കെ എടുക്കല്ലേ, അപ്പം നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കണം. ഏത് സമയം അല്ലെങ്കിൽ ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം അതിനെക്കുറിച്ചൊന്ന് പറയാനത്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു മോർഗേജ് എടുത്തു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം എന്നില്ല. നമ്മൾ മോർഗേജ് എടുത്തു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ബിൽഡിംഗ് ഇൻഷുറൻസ് ആണ്. പിന്നെ അതവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ആർക്കും എപ്പം വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് മോർഗേജ് എടുക്കണ പീരീഡ് വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെന്റ് ഇല്ല. അതായത് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയോട് ഒരു ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സ്റ്റെപ്പായിട്ട് കണ്ടാൽ മതി. ശരിക്കും എപ്പോഴും നമ്മുടെ ഫാമിലി എപ്പോഴും സെക്യൂർ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഇന്റൻഷനേ ശരിക്കും അതിൻ്റെ അകത്തുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും അൺസർട്ടൺ ആയിട്ടുള്ള കാര്യം നമ്മുടെ നെക്സ്റ്റ് മൊമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എൻഷുർ ചെയ്ത് നമ്മുടെ ഫാമിലിനെ സേഫ് ആക്കി വെക്കുക എന്നുള്ള ഒരു ഒറ്റ ഒരു ടൂളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസിനെ കണ്ടാൽ മതി. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം നമ്മൾ പറയുമ്പോഴേ ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് ഏതൊരു സമയത്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് ക്രിട്ടിക്കൽ കവറൊക്കെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും ആനന്ദ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട് മേടിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ള ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് കണ്ടൻസ് ഇത് രണ്ടും ഇല്ലേ, അത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. കാരണം ഇന്ന് വീട് നമുക്ക് കിട്ടിയ നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മൾ കിട്ടും. ഇനിയിപ്പം എല്ലാവരും ഇപ്പൊ വീടൊക്കെ മേടിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് ഇപ്പൊ കടക്കുകയാണ്. ഇപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊന്ന് ഇനിയിപ്പം ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കുറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത കാലത്തൊന്നും വലിയൊരു റേറ്റിലേക്ക് കൂടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റേറ്റ് കൂടാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുക്കുന്നത് 2 ഇയർ ഫിക്സഡ്. അപ്പൊ 2 ഇയർ കഴിയുമ്പോഴത്തേക്കും റേറ്റ് കുറയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോർഗേജിനെ കുറിച്ച്. കാരണം നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമുക്ക് ഡൗട്ടുകളാണ്. മോർഗേജ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഡിപ്പോസിറ്റ് വേണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഏത് ബാങ്കിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് ഡൗട്ടുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ വന്നിട്ടുള്ള 1 വർഷമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒന്നുകിൽ ഏതെങ്കിലും ഒരു മോർഗേജ് അഡ്വൈസറിൻ്റെ ത്രൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീലുകൾ കിട്ടും. ബാങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം അവർക്ക് വേറൊരു ബാങ്കിന് ഒരിക്കലും തരാൻ പറ്റത്തില്ല. മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ബാങ്കുകളുടെ എല്ലാവരുടെയും ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആരുടെയാണോ അവരുടെ എല്ലാം ഈ ഡീലുകൾ അവർക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അപ്പം അതാണ് ഈ ഒരു മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും വീട് വാങ്ങുന്ന ഒരു സമയത്തേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ വീണ്ടും ഇടാനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ തയ്യാറായത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.